നമ്മുടെ മറ്റേ അന്നറായി ക്ലൈൻ്റ് അല്ലേ, വളരെ 5 മിനിറ്റിനുള്ളിൽ വരുന്ന വിളിച്ചോളുണ്ടായിരുന്നു. സോ തന്ന് പെട്ടെന്ന് വാ. Praise for money, fame and others. എൻ്റെ പ്രൊഫഷണൽ കരിയർ ഇന്നും ഒരു റേസായിരുന്നു. മത്സരിക്കാൻ ഒരുപാട് പേർ. എൻ്റെ ഈ യാത്രയും ഒരു NRI ക്ലയൻറ്റിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി മാത്രം. അല്ലെങ്കിൽ എൻ്റെ ഈ ഓപ്പർച്യൂണിറ്റി തട്ടിപ്പറിക്കാനും ഒരുപാട് പേർ. ഈ മീറ്റിങ്ങിലൂടെ എനിക്ക് നല്ല ബാങ്ക് ബാലൻസ്, പ്രൊമോഷൻ, ടാർഗറ്റ്, എല്ലാറ്റിലും ഉപരി എൻ്റെ കൊളീഗ്സിനും സുപ്പീരിയേഴ്സിനും ഉള്ള സ്റ്റാറ്റസ്. ഈ റേസ് ജയിക്കാൻ ഞാൻ 5 മിനിറ്റിൽ അവിടെ എത്തണം. And the client should never wait for me. ഈ ഓട്ടത്തിൽ എനിക്ക് മറ്റൊന്നും നോക്കാനില്ല, എത്രയും പെട്ടെന്ന് അവിടെ എത്തണം എന്ന ലക്ഷ്യം മാത്രം. മനുഷ്യത്വത്തിലേക്ക് തിരിച്ചു പോവാൻ എൻ്റെ മനസാക്ഷി പ്രേരിപ്പിച്ചെങ്കിലും എൻ്റെ ലക്ഷ്യമായിരുന്നു എന്നെ നയിച്ചത്. ഹലോ വിവേക്. യെസ്, നമ്മുടെ ക്ലൈന്റ് അതെ. ആൾക്ക് വരുന്ന വഴിക്ക് ഹലോ. അല്പം മുമ്പ് ഞാൻ തട്ടിത്തെറിപ്പിച്ചത് എന്റെ ലക്ഷ്യത്തെ തന്നെ ആയിരുന്നു. ഹലോ വിവേക്. യെസ്. ഫോൺ കട്ടായിരുന്നു. നമ്മുടെ ക്ലൈന്റ് ഇല്ലേ, ആൾക്ക് വരുന്ന വഴിക്ക് 2-3 പേരെ കൂടി കാണാനുണ്ട്. സോ ആള് ലേറ്റ് ആവുന്ന വിളിച്ചു പറഞ്ഞത്. താൻ പതുക്കെ വന്നാൽ മതി. മുമ്പോട്ട് പോയാൽ കുറ്റബോധം എന്നെ കൊലപ്പെടുത്തിയേക്കാം. തിരിച്ചു പോയാൽ ആരോടിച്ചിട്ട് പോയത്? ഞാൻ അയാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി രമേശിനെ വിളിച്ചോട്ടെ. ഞാൻ ചെയ്ത തെറ്റ് നല്ല മനസ്സുള്ള ഒരുപാട് പേർ തിരുത്തി. ഒരു നിമിഷം കൊണ്ട് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ ഒരുപക്ഷെ പലരുടെയും ജീവിതം തന്നെ മാറ്റിമറിച്ചേക്കാം. ഏത് തീരുമാനവും നമ്മുടെ മനസാക്ഷിക്കനുസരിച്ചായിരിക്കും. And remember, there are no retakes in our life.